ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗാർഡനിലെ പേൾ റോസിനെ കുറിച്ച് പരിചയപ്പെടാം. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്ന പേൾ റോസ് അത്രയ്ക്ക് സുന്ദരിയാണ് കാണാൻ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പിങ്ക് കളറ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന, അതേപോലെ തന്നെ പേളിൻ്റെ സെയിം കളറ്, പേളാണെന്ന് തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള പേൾ റോസാണ് ഇത്. ഇത് അറിയപ്പെടുന്നത് തന്നെ മദർ ഓഫ് പേൾ എന്നാണ്. അത്രയ്ക്ക് വലിപ്പമുള്ള പൂക്കൾ. പെറ്റൽസും നല്ല പെറ്റൽസ് ആണ്, പക്ഷെ കൊഴിഞ്ഞു പോകില്ല. പെട്ടെന്ന് കുറച്ച് ദിവസം 1 വീക്കെല്ലാം കൊഴിയാതെ തന്നെ നിൽക്കും. കളറ് ചെറുതായി ഫെയ്ഡ് ആവും. ഒരു ഷൂട്ട് വന്നാൽ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബഞ്ചായി ഫ്ലവർ ചെയ്യില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. ഒട്ടും എന്താ പറയുക, രോഗങ്ങളൊന്നും വളരെ കുറവാണ്. ഇത് അടുത്ത ഒരു പേൾ റോസ് കാറ്റഗറി തന്നെ വരുന്ന റോസാണ്. ഇതും അതേ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിനുണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വിരിഞ്ഞ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഒരു കളർ ചേഞ്ച് ആവും. നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് കൺവേർട്ടായി. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. നല്ല വലുപ്പമാണ് പൂക്കൾക്ക്. ഇതും ഇപ്പോൾ പ്രൂണിങ് കഴിഞ്ഞ് ഇപ്പോൾ പൂത്തു കൊണ്ടിരിക്കുന്നതാണത്. ഒരു ഷൂട്ട് ഓരോ ദിവസം ഓരോ ഫ്ലവർ വെച്ചാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നതെല്ലാം വിരിഞ്ഞു കഴിഞ്ഞ് ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഷൂട്ട്സിൽ ഇത് കണ്ടോ, എന്തോ ഒരു ഒച്ചു പോലത്തെ സാധനം കയറി അതിൽ ഇരിക്കേണ്ടത്. എല്ലാം എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ റോസ് എല്ലാം നശിച്ചു പോകും. ഇത് തന്നെ കാണാനായിട്ട് നമുക്ക് എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് എല്ലാ ഫ്ലവേഴ്സും വിരിഞ്ഞതിന് ശേഷമുള്ള ഒരു പിക്കാണ്. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അറിയിക്കണം. റോസ് ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച്, എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഈ പൂക്കളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് മനസ്സിന്. അത്രയ്ക്ക് ഭംഗിയല്ലേ കാണാൻ. ഇത് കണ്ടോ, താമരയുടെ ഉള്ളിലെ പോലെ ആ ഒരു ചെറിയ അത് നൂല് പോലത്തെ സാധനം. അത്ര ഭംഗിയാണ് ഈ റോസിനെ കാണാനായിട്ട്. ഇതൊരു പേൾ റോസ് തന്നെയാണ്, പക്ഷെ മറ്റേ പേളിൻ്റെ അതേപോലെ പെറ്റൽസ് ഷേപ്പ് വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. കളറും വലിപ്പവും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഇത് മേടിച്ച് നടാം. കീടങ്ങളൊക്കെ കുറവാണ് ഇതിന്. ഇതെല്ലാം അതേ പേൾ റോസിൻ്റെ അതേ ഷെയ്ഡിൽ വരുന്ന 1-2 റോസുകളാണ്. ഇതെല്ലാം ഇപ്പോൾ വിരിഞ്ഞു വരുന്നുള്ളൂ. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക. ഇത് നമ്മുടെ 70 റോസാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാവരും റോസൊക്കെ ഒരുപാട് വളർത്തുക. നല്ല ഭംഗിയാണ് നമ്മുടെ മനസ്സിനും, പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റും എല്ലാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.